ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും ലതയും കുഞ്ഞാളും കൂടിയിട്ട് നേരെ നമ്മുടെ തറവാട് ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ അമ്മ വരുന്നില്ല, അമ്മക്ക് നടക്കാനുള്ള ആവാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ അമ്മ? അപ്പോൾ അമ്മയെ കൂട്ടാൻ പറ്റാത്ത ഒരു വിഷമവും നമുക്കും ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഇന്ന് 10ാം തീയതിയാണ് നട ക്ഷേത്രത്തിൽ. കൊടകൊണ്ടിറങ്ങിക്ക് ഇല്ല കുടിക്കോ. അച്ഛൻ മുമ്പിൽ നടക്കുന്നുണ്ട്. മൊബൈലിലാണെങ്കിൽ ചാർജ് ഇല്ല കേട്ടോ. ഇത്ര സമയം നിൽക്കുന്ന അറിയില്ല. ഇന്നലെ കുത്താൻ പറ്റിയിട്ട ചാർജ്. രമേശ് ചേട്ടൻ നേരത്തെ വന്നോ? കയറിക്കോ. അച്ഛൻ വടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ നൃത്തമരെ വടി എടുക്കൂല്ലോ കേട്ടാ. കയറിക്കോ അച്ഛാ. മുക്കോലക്കണ്ടി സ്ഥലം നിങ്ങൾക്ക് അറിയാം? മുക്കോലക്കണ്ടി ഇല്ല അല്ലേ? ചോദിച്ചു പോവാം നമുക്ക്. അച്ഛനാറ ആവശ്യം. എന്നാ പിന്നെ നമ്മളെ കയറിക്കോ പോവാ. മുക്കോലക്കണ്ടിയിൽ അടിക്കുന്ന നേരെ ഒറ്റ റോഡൊക്കെ വീട്ടിലൊക്കെ വരെ. നക്ഷത്രം ഉറക്കായ നക്ഷത്രക്ക് വണ്ടി കയറി അവിടെ ഉറങ്ങണം. പഴയങ്ങാടി പുഴ അല്ലേ? പഴയങ്ങാട് കഴിഞ്ഞു നമ്മ റോഡ് അല്ല അങ്ങനെ ചെറുകുന്ന് എത്തിയിട്ടുണ്ട്. ഇത് ആസ്പത്രി റോഡ് അല്ലേ? ആസ്പത്രി റോഡ് നോട്ടിയാ പോണ്ട്. ഇപ്പൊ ഒരു 5 ആളോട് നമ്മ ചോദിച്ചു അല്ലേ? 5-6 ആളോട് ചോദിച്ചു. നല്ല സ്ഥലം അല്ലേ? അടിപൊളി. അപ്പൊ നമ്മ വഴിയെല്ലാം എങ്ങനെല്ലോ തെറ്റിപ്പോയി സംഭവം. അപ്പോൾ കുറേയോട്ടം ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരമായി. എന്തോ ഒരു ഭാഗത്ത് നമ്മൾ ചേച്ചിനെ കണ്ടു. അപ്പോൾ ഇങ്ങോട്ടേ റോഡ് വരും. ഇത് ചെമ്മീൻ കണ്ടിയാ? ഇത് ചെമ്മീൻ കണ്ടിയാന്നേ? മുക്കോലക്കണ്ടിയാ ഇതെയാ? അപ്പോൾ എന്തോ ആ ഭാഗത്തിന് ആ ചേച്ചിനെ കണ്ടുകൊണ്ട് ആ ചേച്ചിയുടെ വീട്ടിൻ്റെ അരുവ തന്നെയാണ് സംഭവം. അതല്ലേ? അച്ഛൻ മുമ്പപ്പോൾ വന്നതാണ്. ഏട്ടനെല്ലാം ഇടക്കിടക്ക് വരല്ലോ കേട്ടോ. ഞാനൊക്കെ ഇപ്പം വരാൻ സമയം കിട്ടിയില്ല. രമേശ് ചേട്ടൻ അവിടെ നിന്നിട്ടില്ല വണ്ടി വെച്ചിട്ട്. അപ്പൊ നമ്മ പെരുതിയതാ ഈ ചേച്ചി നമ്മളെ വഴി കാണിച്ചു. നീ എന്നാ പേരെന്നാ സുചിത്ര. ഇവിടെ തന്നെയാണ്. തൊണ്ടച്ച കാണിച്ചു തന്നെ ഒന്നല്ലേ? നമ്മ എലോ നടന്ന് പോയി കേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കണ്ടു കേട്ടാ, വീട് കണ്ടു, തറവാട് കണ്ടു. ഓക്കെ. അപ്പോ അങ്ങ് കാണുന്നതാണ് തറവാട്. അച്ഛൻ്റെ ബാക്കിലെല്ലാം ചളിയായി അല്ലേ? ഒരുപാട് നടന്നു കേട്ടോ. ഒഴിക്കല്ലേ? അറിയാ? നള്ളിച്ച ആരാ? അതല്ലേ? നമ്മ പിന്നെ ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി ജാനകിയുടെ മോനാണ്. കുഞ്ഞിക്കോരനെല്ലാം വരില്ല പറവൂർന്ന് കുഞ്ഞിക്കോരൻ.
അമ്മാവനധികം പറയില്ലേ പറൂർന്ന് അയ്യോ നഷു നായനെ കണ്ട് നഷു പൊടിച്ചിട്ടേ ഇതാണ് തൊണ്ടത്തിന്റെ അപ്പം തൊണ്ടത്തിന്റെ അടാല്ലേ ഇത് നിർമ്മല ചെയ്തോട്ടാ ഈ സാധനം ഇതെല്ലാം അതാ ഇത് നിർമ്മല കേട്ടാ മാവലും കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം ചായ പിടിക്കുന്നു ഇതെല്ലാം ഐസാണ് അല്ല ഇതെങ്ങനെ കേട്ടോ നമുക്കെല്ലാം കൊണ്ട് വേറെ പോയല്ലേ നടന്ന ക്ഷീണം പിടിച്ചു പോയ സാ അല്ല ക്ഷീണം പിടിച്ചു പോയി കേൾക്കുന്നില്ല പറഞ്ഞ കേട്ടില്ല ഇതാ ഇതും കിട്ടിയ ഇതാണ് കേട്ടോ ഇന്ന് പറയുന്നേ ഇന്നാച്ച പറയലേ എന്നാ അതിന് പറയലേ ഇന്ന് പറയലേ തൊണ്ടത്തൻ്റെ അപ്പനല്ലേ തൊണ്ടച്ചൻ്റെ അപ്പന്നെ അല്ലേ ഇത് ഇവിടുത്തെ പ്രസാദമാണ് അപ്പ നല്ലോണം വിഷം പറ്റി കേട്ടാ അല്ലേ നടന്ന് ക്ഷീണം പിടിച്ചു പോയത് ഇവക്ക് വിഷമൊന്നും പറ്റിയിട്ട പക്ഷെ ഇവ എല്ലാവർക്കും പുട്ടും കടലയും കൂട്ടി എനിക്ക് സമയം കിട്ടില്ല നഷ്ടു ചായ പിടിച്ചു നമ്മളും ചായ പിടിച്ചു മതിയടാ ഞാൻ അമ്പലത്തിലൊന്ന് തോന്നണം അല്ലേ മതി 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 വാ അപ്പം ഞാനും രമേശേട്ടൻ കുറച്ച് വൈകി പോയി കഴിക്കാനല്ലേ രമേശേട്ടാ എന്നാ പിന്നെ ഫുഡ് കഴിക്കാം തറവാട്ടിലെ ഫുഡാണ് പുളിശ്ശേരി ചിക്കൻ കറി അച്ചാറ് വറവ് കൂട്ടുകറി പായസമുണ്ട് പപ്പടമുണ്ട് നമ്മുടെ
അമ്മയോടെല്ലാം പറഞ്ഞേട്ടെ എല്ലാരും ചോദിച്ചു ശരിയാന്നല്ലേ ആയിക്കോട്ടെ ദൈവത്തിന് പാട്ടാ അതെ ശരി എന്നാ പറയുന്നത് നമുക്ക് വഴി കാണിച്ചെന്നേ ആ അവരോട് ഇതാണല്ലേ പ്രത്യേക നന്ദി ചേച്ചി അല്ലേ വഴി കാണിച്ചെന്നേനി എന്തോ വായത്തിൽ നമ്മൾ അവിടെ എത്തിന്നല്ലേ കിട്ടിയത് ഭാഗ്യാന്നില്ലേ നമ്മ എവിടെയെങ്കിലും എത്തിട്ട് അങ്ങനെ നമ്മ തറവാട്ടിൽ നിന്ന് മടക്കായി കേട്ടാ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി തറവാട് ക്ഷേത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഏട്ടൻ തെയ്യത്തിനും വരുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എന്നുവെച്ചാൽ ലീവിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ നമ്മൾ വിചാരിച്ച പോലെ ലീവൊന്നും കിട്ടൂല. അപ്പോൾ ഓഫ് കിട്ടുന്ന സമയത്ത് വരാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു വന്നു. കുറേ ആൾ എന്താ സ്ഥലം എവിടെയല്ലോ പറഞ്ഞു അല്ലേ, എവിടെയല്ലോ പറഞ്ഞു, നമ്മ എയിലോ പോയി എവിടെയല്ലോ എത്തി. ലാസ്റ്റ് എന്തോ നമ്മുടെ ഒരു ദൈവം കാണിച്ചു തന്ന പോലെ അല്ലേ, ഒരു സുചിത്ര ചേച്ചിനെ കാണിച്ചു തന്നു. സുചിത്ര ചേച്ചി അവരുടെ വീട്ടിൻ്റെ അരുവത്താണ്, ഞാൻ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അവരെന്തായാലും നമ്മളെ തറവാട് വീട് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ പോയി നല്ല സ്വീകരണമായിരുന്നു അല്ലേ, നല്ല സ്വീകരണമായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. തറവാട് ക്ഷേത്രത്തിൽ തൊഴുതു. നമ്മുടെ തൊണ്ടച്ചനാണ് നമ്മുടെ തറവാട്ടിലെ ദൈവം അല്ലേ, പ്രധാനപ്പെട്ട ദൈവം അല്ലേ, തൊണ്ടച്ചൻ ദൈവമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷമായി. നല്ല സ്ഥലമാണ് അല്ലേ, ഒരു തുരുത്ത് കണക്കിനാണ്. മുള്ളൂൽ വന്നാലും നടക്കും അല്ല, മുള്ളൂരിന് നേരെ ഓപ്പോസിറ്റ് പുഴക്ക ഇക്കരയാണ്. അത് തോണി കടന്നിട്ട് വേണം. തോണി എല്ലാ സമയത്തും ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവരാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ റോഡും വരാൻ പറ്റും, ഈ റോഡ് വണ്ടിയെല്ലാം വരും കേട്ടോ. മഴയായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ, നമ്മുടെ രമേശേട്ടൻ എന്നോ ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലേ. വണ്ടി താണു പോകുമല്ലോ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ താണു പോയ പിന്നെ ഇവിടെ ആരും ഇല്ലാന്ന് താനും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് കുറ്റം പറഞ്ഞ കാര്യമില്ല, കുറ്റം പറയുന്നതല്ലേ. രമേശേട്ടൻ നമ്മളിപ്പോൾ എല്ലാവരും വരുന്നതാണ്. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. അച്ഛൻ്റെ ബാക്ക് കംപ്ലീറ്റ് ചളിയായി ഇനി. എന്നാ പിന്നെ എല്ലാവരും ഓക്കെ വീട്ടിലേക്കല്ലേ.